വട്ടിയൂർക്കാവ് സംഘർഷത്തിൽ പ്രതികാര നടപടിയുമായി വീണ്ടും പോലീസ്. മഹിളാ മോർച്ച പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ പങ്കെടുത്ത ആർ ശ്രീലേഖയെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് പോലീസിന്റെ പ്രകോപനം. ഡെപ്യൂട്ടി മേയർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. FIR സമർപ്പിച്ചതിന് പിന്നാലെ പ്രത്യേക റിപ്പോർട്ട് നൽകിയാണ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ബിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനീഷ്, ഈ വട്ടിയൂർക്കാവ് വിഷയത്തിൽ പോലീസ് അനാവശ്യമായ പ്രകോപനം കഴിഞ്ഞ കുറേ ദിവസമായി സൃഷ്ടിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ ഇപ്പോൾ ശ്രീലേഖയെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ശ്രീലേഖ ചെയ്തത് എന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കണ്ടതാണ്. അവിടെ മഹിളാ മോർച്ചയുടെ പോലീസ് സ്റ്റേഷൻ ഉപരോധമുണ്ടായിരുന്നു. ആ ഉപരോധത്തിന്റെ കാരണം തന്നെ പോലീസ് അനാവശ്യമായ പ്രശ്നങ്ങൾ ആ സ്ത്രീകളുടെ മാർച്ചിനെതിരെ ഉൾപ്പെടെ നടത്തിയതാണ്. ഇപ്പോൾ അതിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിലാണോ ഈ പ്രതികാര നടപടി? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പോലീസിന്റെ പ്രതികാര നടപടി വന്നിരിക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു FIR തയ്യാറാക്കിയിരുന്നു. ഈ മഹിളാ മോർച്ചയുടെ മാർച്ചുമായി ബന്ധപ്പെട്ട് 5 വനിതാ നേതാക്കൾ, മഹിളാ മോർച്ചയുടെ ചുമതലയുള്ള 5 വനിതാ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു FIR ആയിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയത്. പിന്നീട് പാർട്ടി സമ്മർദ്ദം മൂലം തന്നെയാണ് ശ്രീലേഖ IPSനെതിരെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെതിരെയും നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കോടതിയിൽ FIR സമർപ്പിക്കുന്ന ഘട്ടത്തിൽ 5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഹിളാ മോർച്ചയുടെ വനിതാ അംഗങ്ങളായ വനിതാ പ്രവർത്തകരായ 5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേസ് ചാർജ് ചെയ്തത്. ഇതൊരു പ്രത്യേക റിപ്പോർട്ടായി നൽകിക്കൊണ്ടാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വീണ്ടും 2 പേരെയും കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ശ്രീലേഖ IPSനെയും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെതിരെയുമാണ് കേസിൻ്റെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നിലവിലെ സാഹചര്യത്തിൽ CPMന്റെ സമ്മർദ്ദം മൂലം തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നതെന്നാണ്. പക്ഷേ ശ്രീലേഖ IPS BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും ശ്രീലേഖ IPSും കൂടിയായ കൗൺസിലർ കൂടിയായ ശ്രീലേഖയോട് നമ്മൾ ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പോലീസിൻ്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടാണ് ശ്രീലേഖ IPS ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. താൻ അതിനെ നിയമപരമായി നേരിടാം. പോടാപ്പുല്ലെ പോലീസെ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്, അതിൽ കൃത്യമായ വിശദീകരണവുമായി അവർ രംഗത്ത് വന്നിരുന്നു. താൻ നേരത്തെ ഔദ്യോഗികമായ പദവിയിൽ ഇരുന്ന സമയത്ത്, പ്രത്യേകിച്ച് DGP ആയിരിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ താൻ ഇത്തരത്തിൽ അനാവശ്യമായി നിയമപരമല്ലാത്ത നടപടികൾ ചെയ്യുന്ന പോലീസിൻ്റെ മുഖത്ത് നോക്കി പോടാപ്പുല്ലെ പോലീസ് എന്ന് താൻ നേരത്തെയും വിളിച്ചിരുന്നു. അത് ഇനിയും ആവർത്തിക്കും. അത് കൃത്യമായ ജനാധിപത്യപരമായ രീതിയിലും നിയമപരമായി നിയമത്തെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ താൻ ബഹുമാനിക്കും. അല്ലാത്ത പോലീസുകാരെ താൻ ഇതേ നിലപാട് തന്നെ തുടരും എന്ന കൃത്യമായ ഒരു നിലപാട് ശ്രീലേഖ IPS നേരത്തെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരുന്നു. നിലപാടിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി കേസെടുത്തതുമായി ബന്ധപ്പെട്ട് അവരോട് പ്രതികരണം ആരഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ശ്രീലേഖ IPS രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇതിനെ താൻ നിയമപരമായി തന്നെ നേരിടും. അതിനപ്പുറം പോലീസിൻ്റെ നടപടിക്രമവുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് ശ്രീലേഖ IPS ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ ബിനീഷ്, എന്തായാലും വട്ടിയൂർക്കാവിലെ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രതികാര നടപടി തുടരുകയാണ്. ശ്രീലേഖ IPS BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ്. അവിടെ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ, മഹിളാ മോർച്ചയുടെ ഉപരോധത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ ഇപ്പോൾ അനാവശ്യ പ്രകോപനം പോലീസ് സൃഷ്ടിക്കുകയാണ്. പ്രതിപ്പട്ടികയിൽ ശ്രീലേഖയെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.